വിദേശ സംഭാവന നിയന്ത്രണ നിയമം അഥവാ FCRA ഭേദഗതിയെക്കുറിച്ച് കേരളത്തിലെ LDFും UDFും ബോധപൂർവം സൃഷ്ടിക്കുന്ന നുണപ്രചരണങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. എന്താണ് 2020 ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്? 1. സബ് ഗ്രാൻഡിംഗ് നിരോധിച്ചു. മുൻപ് ഒരു സംഘടനയ്ക്ക് കിട്ടുന്ന വിദേശ ഫണ്ട് മറ്റ് NGOകൾക്ക് കൈമാറാമായിരുന്നു. ഇതിലൂടെ പണത്തിന്റെ സ്രോതസ്സും വിനിയോഗവും കണ്ടെത്തുവാൻ പ്രയാസമായിരുന്നു. എന്നാൽ ഇന്ന് പണം ആർക്ക് ലഭിച്ചോ അവർ തന്നെ അത് ചെലവഴിക്കണം. ഇടനിലക്കാരെ ഒഴിവാക്കി സുതാര്യത ഉറപ്പാക്കി. 2. ഭരണപരമായ ചിലവുകൾ 50% നിന്ന് 20% കുറച്ചു. അതായത് വിദേശത്ത് നിന്ന് കിട്ടുന്ന കോടികൾ ശമ്പളത്തിനും ആഡംബര യാത്രകൾക്കുമായി ധൂർത്തടിക്കാതെ കൃത്യമായി സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് മോദി സർക്കാർ ഉറപ്പിച്ചു. 3. സുതാര്യമായ നിരീക്ഷണത്തിനായി എല്ലാ വിദേശ ഫണ്ടും ഡൽഹിയിലെ SBI മെയിൻ ബ്രാഞ്ച് വഴി മാത്രമേ സ്വീകരിക്കാവൂ എന്ന് നിശ്ചയിച്ചു. ഒപ്പം പണം കൈകാര്യം ചെയ്യുന്നവരുടെ ആധാർ നിർബന്ധമാക്കി. ഇതിലൂടെ ബിനാമി ഇടപാടുകൾക്ക് തടയിട്ടു. എന്നാൽ ഈ സുതാര്യതയെ ന്യൂനപക്ഷ വേട്ടയായാണ് LDFും UDFും ചിത്രീകരിക്കുന്നത്. പ്രതിവർഷം ലഭിക്കുന്ന 16,000 അപേക്ഷകളിൽ കേവലം 3,000 മാത്രമാണ് ന്യൂനപക്ഷ സംഘടനകളുടേത്. ബാക്കി 13,000 അപേക്ഷകളും ഇതര NGOകളുടേതാണ്. അപ്പോൾ എവിടെയാണ് ഇതിൽ വിവേചനം? വിദേശ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വർഗീയ സംഘർഷങ്ങൾക്കും ഉപയോഗിക്കുന്നത് തടയുക എന്നത് മോദി സർക്കാരിന്റെ ലക്ഷ്യമാണ്. അതിന്റെ ഭാഗമായാണ് FCRA നിയമ ഭേദഗതി വരുത്തിയത്. ഇത് കേരളത്തിലും ഭാരതത്തിലെമ്പാടും സമൂഹ സേവനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ക്രിസ്തീയ സ്ഥാപനങ്ങളെ ഒരിക്കലും ബാധിക്കുകയില്ല. സത്യത്തെ മറച്ചുവെച്ച് നുണ പ്രചരിപ്പിക്കുന്നവർ അറിയാൻ വേണ്ടിയാണ്. 1976 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഈ നിയമം 2010 UPA സർക്കാരും കർശനമാക്കിയിട്ടുണ്ട്. അന്ന് മിണ്ടാതിരുന്നവർ ഇന്ന് സുതാര്യതയെ ഭയക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് നുണകളെ തള്ളിക്കളയുക, സത്യത്തെ തിരിച്ചറിയുക.